ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരത്തിന് ആവേശപൂർവ്വം തിരുവമ്പാടിയിൽ കൊടിയേറി. തുടർന്ന് പാറമേക്കാവിലും കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. ഘടകക്ഷേത്രങ്ങളിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറുക. അടുത്ത മാസം 6-നാണ് പൂരം. മെയ് 5-ന് ഉച്ചയ്ക്ക് മുൻപ് മെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി വരുന്ന ആന വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെ പൂരത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. മെയ് 4-ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. അന്ന് തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളിലെ ചമയ പ്രദർശനങ്ങളും തുടങ്ങും. 7-ന് പുലർച്ചെ നടക്കുന്ന പൂരം വെടിക്കെട്ടിന് വൻ തിരക്കുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇനി കൊട്ടിന്റെ താളമാണ്, കാഴ്ചകളുടെ പൂരാണ്. എല്ലാവരെയും തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ പൂരത്തിന് സർക്കാർ പ്രത്യേകത? ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് ആനയുടെ അകലത്തിന്റെ തർക്കം ഇപ്പോൾ ഇല്ല. നേരത്തെ തന്നെ നിശ്ചയിച്ചു. വനം വകുപ്പിനെ തന്നെ നേരത്തെ യോഗം നടത്തി ആനകളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി. ഇത്തവണ കൊല്ലങ്ങൾക്ക് ശേഷം വെടിക്കെട്ടിന് പത്തായപ്പുരം മുതൽ നടുവിലാരി വരെ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് കാണാം എന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി. പിന്നെ ഭിന്നശേഷിക്കാർക്ക്, സ്ത്രീകൾക്കൊക്കെ കൂടുതലടുത്ത് പൂരം കാണാനുള്ള അവസരമാണ്. വെയിലിന്റെ കാഠിന്യമുണ്ട്. ആ കാഠിന്യം പക്ഷെ പൂരത്തിനൊരു പ്രശ്നമാകില്ല. കൊടുക്കാൻ വെള്ളമുണ്ട്, സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, സ്വീകരിക്കാനുള്ള ആതിഥ്യ മര്യാദയുണ്ട്. ഒരു പേടിയില്ലാതെ എല്ലാവരെയും എണ്ണമില്ലാതെ അളവില്ലാതെ തൃശ്ശൂരിലേക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരത്തിന് ആവേശപൂർവ്വം തിരുവമ്പാടിയിൽ കൊടിയേറി. തുടർന്ന് പാറമേക്കാവിലും കൊടിയേറും.